ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗായ്സ് മേക്ക് ഓഗസ്റ്റ് 17 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. എല്ലാ സാധനങ്ങളും ദാ ഇവിടെ അലങ്കോലാക്കി ഇട്ടേക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ എല്ലാം കൂടി മിക്സ് ആയി കിടക്കുകയാണ്. എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ ഒരു 2 ആഴ്ച കിടക്കാൻ വിചാരിക്കുന്നു. ഓക്കെ ഗായ്സ്, നമ്മൾ ബാക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ബിജോയ് മാമൻ, മേമ, അടുത്ത മാമൻ, കൊച്ചപ്പൻ, കുച്ചപ്പൻ എല്ലാരും ഉണ്ട്. നമ്മൾ ഇത്ര ആൾക്കാരുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് പാക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് സമയം 11:50 ഗൈസ്. എപ്പോ പാക്ക് ചെയ്ത് തീരുമോ നോക്കാം. അത് അത്രേ ഉള്ളൂ. നമ്മുടെ മേമയ്ക്ക് ഇതിന്റെ കാര്യങ്ങൾ വകുപ്പുകൾ അറിയും, കാരണം ഇതിനു മുമ്പ് 5-6 പ്രസവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. മേമ എന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലില്? അത് പാക്ക് ചെയ്യുമ്പോ നോക്കാം. ഓക്കെ. അപ്പൊ നോക്കാം, അവളും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ ഉണ്ടോ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുട്ടിക്ക് വേണ്ട കുഞ്ഞുടുപ്പ്. കുട്ടി ആണാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാത്തതുകൊണ്ട് യൂണിസെക്സ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ക്ലോത്ത് ഡൈപ്പേഴ്സ് എന്ന് പറയും. അതാണ് കേട്ടോ. മേക്കൊന്നും ഇല്ലടേ, മേക്ക് പൊതിഞ്ഞു വെക്കുന്ന സാധനം. ഇതെല്ലാം നമ്മൾ മേടിച്ചിട്ട് കഴുകി കേട്ടോ. ഒന്നുകൂടി വീട്ടിലിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത്രയൊന്നും വേണ്ട, അതിന്റെ ആവശ്യം വരുമെന്ന് അറിഞ്ഞൂടാ. ഇത് കൊച്ചിന് 2 ഓണത്തിന് 2 ക്രിസ്മസിന് കാണുന്ന തുണിയാണ്. ഇത് ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഒരുപോലെ ഇടാൻ പറ്റുന്ന കോസ്റ്റ്യൂമാണ് കേട്ടോ. ഇത് ഇത്ര കൊണ്ടുപോകണം. ഇത് രണ്ടും ടവലാണ്. സോറി, എന്റെ ഇടയിൽ കയറി. എല്ലാം എടുക്കണ്ട. എത്ര അത് പറഞ്ഞതാ. ഇല്ല, ഞാൻ അങ്ങനെ അറിയും. ഇത് മറ്റേ ഓണത്തിന് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റില്ലേ കൊച്ചിനുള്ള ടവല്. മേഘ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. എനിക്ക് സത്യം ഇങ്ങനെ തട ഇരിക്കാതാ. ഇത് ഇഷ്ടം പോലെ മേടിച്ചു. ഇത് വലിയതൊന്നും വാങ്ങിച്ചതുകൊണ്ടല്ലേ ഇപ്പൊ ചെറുത് മതി. പിന്നെ അല്ലാതെ എടുക്കാം. ഇത് അതിന്റെ ആവശ്യമുണ്ടോ ഹോസ്പിറ്റലില്? ഹോസ്പിറ്റലിൽ ആവശ്യമില്ല, അറിയത്തില്ല. അപ്പൊ ചുമ്മാ താളം ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ നമ്മൾ അന്ന് എടുത്തതാണ് കേട്ടോ. കൊച്ചിനെ നമ്മൾ തലയിലിട്ടുണ്ട്. തലയിടുന്നില്ല, ഇതിന്റെ ആവശ്യം ഇതും നമ്മള് വാങ്ങിച്ചിട്ട് കഴുകി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത് കെട്ടുടുപ്പാണ്. ഇത് അമ്മ മേടിച്ചാണെന്ന് തോന്നല്ലേ? ഇതാരും തോർത്തെന്തിനാ? ഇത് വെള്ള തുണി. അതിൽ പൊതിഞ്ഞ് വെക്കി. ജനിച്ച കൊച്ചിന് എന്തൊക്കെ ഒരു വയസ്സാവണ വരെയുള്ള സാധനങ്ങളോ. ഇനി എന്താണ് കൊച്ചിനെടുക്കാൻ? ഒന്ന് മാറോ? മേഘയുടെ നൈറ്റ് അതപ്പുറത്തോല്ലേ അവിടെ. മേഘ ട്രിപ്പ് പോവാ. ലൈഫില് പറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ്. ഫീഡിങ് ബ്രാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ഇത്രയും ആടും വരത്തോടെ പോകണം. ഇന്ന് ലൈഫിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് അഡ്മിറ്റ് ആവണം ഒരു ഹോസ്പിറ്റലിൽ. അതും ഇതായി പറഞ്ഞു. പാഡാണ് നമ്മള് നോർമൽ ഡെലിവറിക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ട് നമുക്ക് പാഡൊക്കെ വലിയമ്മേരെ മക്കൾക്ക് മേടിക്കണമല്ലോ. അപ്പൊ പണ്ട് പറ്റിയ പേപ്പറിൽ എഴുതി തന്നിടും. എന്നിട്ട് അവിടെ നിന്ന് പൊതിഞ്ഞു തരും. നമ്മളിത് കൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോണേ ഒരുമാതിരിക്കും നോക്കും. നമ്മള് പണ്ടത്തേക്ക് ഓരോ കാര്യങ്ങൾ ഇതിന്റെ ഉപയോഗം ഇതാണെന്ന് പറയാൻ തീർന്നില്ലേ. ഇത് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്തിനാണ്? ഇത് വേണമല്ലോ. നീ എന്താ യൂട്യൂബിൽ നോക്കിന്ന് പറഞ്ഞേ? ഒരു കൊച്ചിന്റെ അച്ഛനൊന്നും നോക്കിയില്ല. പറയാൻ അമ്മയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോവാണ്. ഒന്നും വേറെന്താണ്? അല്ല, കൊച്ചു കരയാണെങ്കിൽ ഇത് കാണിച്ച് നമ്മള് കരച്ചില് നിർത്തും. ഇത് എടുത്തോണ്ട് പോണ കിളിക്ക് ജനിച്ച കൊച്ചിന് ഇതിന്റെ ഇടയിൽ ഇടാ. നമുക്ക് കിളിക്കായിരിക്കും. ടർക്കി വേണം. ടർക്കി വേണമെങ്കിലല്ല. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിൽ സത്യം പറഞ്ഞു അവിടെ ഇല്ലേ? ഹോസ്പിറ്റലിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും കാണും. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ മതി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള അറിയില്ല. കാരണം പിന്നെ വീട് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഭയങ്കര ദൂരെ ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എല്ലാ വാരിപ്പുറയും കൊണ്ട് പോവുക. അല്ല, ഞാൻ കളിയാക്കി പറഞ്ഞാണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം അടുത്താണ്. അതുകൊണ്ട് എന്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് വെക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യത വരത്തില്ല.
മിക്കവാറും ഈ പെട്ടിയിലെ സാധനം ചിലപ്പോ യൂസ് ചെയ്യേണ്ടി വരില്ല. ഇനി ഈ പെട്ടിയിലോട്ട് ഇത് എടുക്കാനുള്ള മാമൂന്റെ മേക്കപ്പ് സാധനം അതൊക്കെ ഞാൻ പിന്നെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല. ലിപ്സ്റ്റിക് വേണോ ഡ്രസ് വയ്ക്കുമ്പോ ലിപ്സ്റ്റിക് വേണോ? ഈ കൊച്ചിന് ഇത് വേണ്ട, കിളിക്കുഞ്ഞി നമുക്ക് ഇത്രയും വെച്ച് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇത് മറ്റേ നമ്മളെ കൊച്ചിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ക്യാരി ചെയ്തുകൊണ്ടുള്ള ബാഗാണ്. സാധനങ്ങൾ എന്തെങ്കിലും പറയും. ഇത് മേമ കുക്കുവാണ് ക്യാരി ചെയ്യണം. പിന്നെ ഉള്ളത് നല്ല യൂസ് അല്ലേ? അതെ അതെ ഇത് പ്രസ് പമ്പ്, നമുക്കിപ്പോ ആവശ്യമില്ലല്ലോ. ഇതും സ്റ്റെറിലൈസർ ഇപ്പൊ ആവശ്യമില്ല. ഇതും ആവശ്യമില്ല. അത് ബെഡ് അല്ല, ഇത് നമ്മൾ കൊണ്ടുപോയിട്ടില്ല. വാങ്ങിച്ചപ്പോ ഒരുപാടുള്ളൂ തോന്നി, പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലാത്തോടെ. നമുക്ക് ഭാഗ്യമാണ് കേട്ടോ. ചിങ്ങം തുടങ്ങിയ ശേഷം നമുക്ക് നല്ലൊരു കൈനീട്ടമാണ് വരാൻ പോകും. അതെ, അങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പം ചിങ്ങത്തിന് മുന്നേ കാണുമെന്ന് അറിഞ്ഞതാ. ചിങ്ങത്തില്ല, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെയാണ്. പക്ഷെ പലരും പറയുന്ന വെച്ച് ചിങ്ങം ചെറിയ പെയിൻ ആണെന്ന് അറിഞ്ഞൂടാ, കുത്തൽ പോലൊക്കെ ഉണ്ട്. ഇന്ന് നാളെ പ്രസവിക്കുമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് നാളെയാണെങ്കിൽ ഇന്ന ഡേറ്റ് എത്ര? 13. ഇന്ന് 12 അല്ലേ? 12 അല്ല സോ, എല്ലാം നല്ല ദിവസമാണ്. 15 അല്ലേ? എന്തായാലും ഡോക്ടർ പറഞ്ഞത് തെറ്റാറില്ല. കാരണം 25 പറഞ്ഞ് 17 മുന്നേ നമ്മൾ അങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേസ്. ചിങ്ങത്തില് നമുക്ക് നല്ലൊരു കൈ നീട്ടം. 5 ദിവസം ചിങ്ങത്തില് നമുക്ക് നോക്കാം. നല്ല 5 ദിവസം കൊണ്ടുണ്ട്. ഇന്നും കൂടെ എന്നെ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. 5 എണ്ണം പഠിപ്പിച്ചു കൊടുത്തു, അറിയാമോ? ആണോ? ഓ, ABC പഠിപ്പിച്ചു കൊടുത്തു. അത് കണ്ടോ, 5 എണ്ണം പഠിപ്പിക്കുന്നത് കൊച്ചു വയറ്റി കിടന്നപ്പോഴേ. കൊച്ചി ഇങ്ങനെ മറ്റേ ആ വെള്ളത്തില് ഉണ്ടായിരുന്ന ബ്ലും 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 ആ വീഡിയോ ഉണ്ടായിരുന്നു. എടുത്ത് വെച്ചിട്ടുണ്ട് ABCD പഠിപ്പിക്കുന്നത്. A to Z പഠിപ്പിച്ചു കൊടുത്തു. 1 to 5 പഠിപ്പിച്ചു കൊടുത്തേ. 1 to 5 ഇത് എന്ത് ഫാമിലിയാണ് ഇതൊക്കെ? 1 to 5 പഠിപ്പിച്ചു കൊടുത്തത്. എഴുതി പഠിപ്പിക്കണം. ഞാൻ നോക്കിയപ്പോ 1 2 3 4 5 പുറത്ത് വരുമ്പം ബ്ലും ബ്ലും. ഡയറക്റ്റ് കൊച്ചിനെ 1ാം ക്ലാസ്സിലൂടെ. ഇത് കൊച്ചിന് ഓണത്തിന് ഏതെങ്കിലും വീട്ടിലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ്. ഇതൊക്കെ നമ്മളന്ന് കൊറേ സാധനങ്ങൾ മേടിച്ചു. അതെല്ലാം പക്ഷെ വീട്ടിൽ യൂസ് ചെയ്യണ്ടേ. ഹോസ്പിറ്റൽ ബാഗിൽ ഇതൊന്നും ആവശ്യമില്ല. ഇത് പിള്ളേരെ വേണേ കളിപ്പിക്കാനും കാണിച്ചു. മോളി തറകടയിൽ ഞാൻ കാണിച്ചതാ. ചിലപ്പോ കൊച്ചിന്റെ ഡ്രസ് അവിടെ തന്നെ കഴുകി എടുത്ത് ഉണക്കായി ഇടണമെങ്കിൽ ഇത് വേണ്ടി വരൂലേ? എടുക്കണ്ടേ? അതറിയില്ല. മേബി പിന്നെ എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം വീട് പോയി ദൂരെ ആയതുകൊണ്ടേ. അപ്പൊ നമ്മൾ കൊണ്ട് കഴുകിക്കൊണ്ട് വരും, അതല്ലേ? നിങ്ങളെ വീട് ദൂരെ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടായിരിക്കും. മലയെങ്കിൽ വന്ന് എടുത്തോളാം. അതെ, ബിജോയിനെങ്കിലും വിടാം വന്നെടുക്കാൻ. മാമന് വിടാം. മേക്കപ്പ് സെറ്റ് വേണ്ടേ? അത് ഞാൻ അല്ലാതെ ബാക്കി വെക്കും. അല്ല, എന്തൊക്കെയുള്ള എന്തൊക്കെ എടുക്കുന്നുണ്ട്? നിന്നെ കളിയാക്കാനല്ലേ? ലിപ്സ്റ്റിക് ആണ് മെയിൻ. ലിപ്സ്റ്റിക് എത്ര? അതിപ്പോ എടുത്ത് എനിക്ക് ഇപ്പൊ ഇടുന്ന. പിന്നെ ഒരു പൊട്ട് കിട്ടിയേ കൊള്ളു അല്ലേ മാമ? പറഞ്ഞോട്. പൊട്ടും ലിപ്സ്റ്റിക്കും എന്തൊക്കെ ലിപ്സ്റ്റിക്കും അത് മാത്രമേ ഉള്ളൂ. ഇത്ര ഉള്ളൂ നമ്മുടെ സംഭവം. ഇതുവരെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്രയും വെച്ച് ഞാൻ എന്റെ നെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ മേമേനെ നമുക്ക് വിട്ടു വരുത്താം. കാരണം ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്ന് എന്റെ വീടും അടുത്താണ്. അവിടെ കുറച്ചും ദൂരം ഉണ്ട്. അല്ല, ചേട്ടന്റെ വീടല്ലേ അടുത്ത്. പക്ഷെ സാധനങ്ങൾ ഉള്ളിൽ ഞാൻ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ ഇതുപോലും ദൂരം ഉണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. സാധാരണ അല്ലേ ഹോസ്പിറ്റലിൽ കൂടുതലൊക്കെ കാണും, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ മേഘ ഡെലിവറി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എവിടെയാ? അരണ്യവേദയിലാണ് കേട്ടോ. അവിടെ നേരെന്ന് വെച്ചാ ഒരാഴ്ച അത് കഴിഞ്ഞേ കൂടുള്ളൂ കേട്ടോ. 21 ദിവസത്തെ ഒന്ന് അല്ലെങ്കിൽ 14 to 21 എന്താണ് സംഭവം? പ്രസവരക്ഷ. കാരണം നമ്മുടെ മെയിൻ ആണല്ലോ, നമ്മള് റിലാക്സ് നമുക്ക് റിലാക്സ് ആയി റിക്കവർ ആവാൻ. അപ്പം ഒരു എല്ലാം കഴിയുമ്പം നമ്മളൊരു ഫ്രഷ് ആയി നമ്മുടെ ബോഡിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ പഴയതുപോലെ ആവും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ 21 ദിവസം അവിടെ ആയിരിക്കും. അപ്പൊ എനിക്ക് കൊച്ചിനെ കാണണമെങ്കിൽ അവിടെ ഒരു ടൈം ഉണ്ട്. 4 to 7 അതിനകത്ത് വേണം പോയി കാണാൻ. അപ്പൊ ഇവളോട് ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്നാണ് അവള് ചെയ്യുന്നത് കേട്ടോ. കാരണം അവർക്ക് വീട്ടിൽ വന്ന് ചെയ്യാനായിട്ട് ഇവിടെ വീട്ടില് സ്പേസ് കുറവാണ്. കാരണം വേദ് പിടിക്കുന്നതും അങ്ങനെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് അവിടെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, അവരെല്ലാം നോക്കിക്കോളും. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്ലാൻ നമുക്ക് നോക്കാം ഗൈസ്. ചിങ്ങത്തിൽ നമുക്ക് നല്ലൊരു കണിയുമായിട്ട് നമ്മളെ ചിങ്ങത്തിന് മുന്നേ വരുമോ? അതെ, ചിങ്ങത്തിൽ നമുക്ക് പുതിയൊരു കണിയുമായി നമ്മുടെ കുഞ്ഞു വരുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് മുമ്പ് വന്നാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഒരാഴ്ചക്കകം വരും മാമ. സ്ഥലം കിട്ടിയ പുള്ളി ഒന്നെങ്കിൽ മൊബൈലിൽ കുത്ത്. ഇതിപ്പോ ഇവിടെ കുത്താൻ വന്നില്ല. മൊബൈലിൽ സൗണ്ട് ഇറങ്ങുന്നുണ്ട്. സൈലന്റ്
ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും അപ്പം ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മേഘയുടെ ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമക്ഷര എല്ലാം കൂടി ഒരു ആവശ്യത പേര് മമക്ഷര ബൈ മേഘ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ നല്ല 1 വീക്ക് ആയതേ ഉള്ളൂ. അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനോ എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന് ഈ അക്കൗണ്ട് അയച്ചു കൊടുത്തിട്ട് ഇത് മേടിച്ച് തരാൻ വേണ്ടിട്ട് പറഞ്ഞാലും നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഹസ്ബൻഡ് വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ആന്റി ടർണിഷ് നോക്കണം. നമുക്ക് ആന്റി ടർണിഷ് ആന്റി എന്ന് പറഞ്ഞപ്പോഴാണ് നോക്കിയത്. ആന്റി ടെർണിഷ് പറയാൻ വന്നില്ല. അതിനുമ്പേ ആന്റി എന്ന് പറഞ്ഞപ്പോ ആന്റി ടെർണിഷ് അത് വേറെ മാല ആന്റി ടർണിഷ് ചെയിനും ഇമിറ്റേഷൻ അല്ലാതെ ഗോൾഡ് ചെയിനും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളെ ബോയ് ഫ്രണ്ടിന് ഈ പേജ് അയച്ചു കൊടുത്തിട്ട് അവിടെ വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും മതി. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പറയാനാണ് വന്നത് ഗൈസ്. അപ്പോ അടുത്തൊരു വീഡിയോ ബൈ ഗൈസ്, ലവ് യു.